Good morning students, welcome to this video. നമ്മളിനെ ഈ എൻ ചാനൽ ജെഫിറ്റിലേക്ക് ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഗേറ്റ് ടെർമിനലിലേക്ക് ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അതിനുമുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ വഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. ചാനൽ വഴി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡ്രെയിൻ കറണ്ട് ഐ ഡി ഉണ്ടാവും. ഈ ഡ്രെയിൻ കറണ്ട് ഐ ഡി ചാനലിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഈ പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യും. ഗേറ്റിനും ചാനലിനും ഇടയ്ക്ക്, ഇതാണ് ഗേറ്റ്, ഇതാണ് ചാനൽ, ഇത് ചാനലാണ്. ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യും. റിവേഴ്സ് ബയസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഈ ഡ്രെയിനുമായി ചേരുന്ന ഈ ഭാഗത്താണ്, ഡ്രെയിനിന്റെ ഭാഗത്താണ് ആ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുതൽ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ വീഡിയോ നന്നായിട്ട് കാണുക. നമ്മൾ ബാറ്ററി വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ചാനൽ വഴി മെജോറിറ്റി കാരിയേഴ്സ് ആയ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവും. ആ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is drain current. Due to the flow of electrons, there is a drain current ID in the channel. Okay, ആ ചാനലിൽ ഒരു ഡ്രെയിൻ കറണ്ട് ഐ ഡി ഉണ്ടാവും. ഇനി ഈ ഡ്രെയിൻ കറണ്ട് ഈ ചാനൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. This drain current ID will produce a voltage drop in the channel. ചാനലിനകത്ത് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള ഈ പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യും. ദിസ് വോൾട്ടേജ് ഡ്രോപ്പ് വിൽ റിവേഴ്സ് ബയസ് പി എൻ ജംഗ്ഷൻ ബിറ്റ്വീൻ ഗേറ്റ് ആൻഡ് ചാനൽ. ഗേറ്റിനും ചാനലിനും ഇടയ്ക്കുള്ള പി എൻ ജംഗ്ഷൻ എന്തോ ചെയ്യും? റിവേഴ്സ് ബയസ് ചെയ്യും. അതുപോലെ അവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും. ആ ഡിപ്ലീഷൻ ലെയർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ആ ഡിപ്ലീഷൻ ലെയർ, കണ്ടോ? ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് കൂടുതൽ ഈ ഡ്രെയിനിന്റെ ഭാഗത്താണ്, സോഴ്സിനേക്കാൾ കൂടുതൽ ഈ ഡ്രെയിനിന്റെ ഭാഗത്താണ്. ഓക്കെ, ഇനി നമ്മള് ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ഗേറ്റിലേക്ക്. ഇവിടെ എങ്ങനെയാണ് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗേറ്റിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു. VGG എന്ന ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഗേറ്റ് ടെർമിനലിലേക്ക് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ്. ഗേറ്റ് ടെർമിനലിലേക്ക് റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റിവേഴ്സ് ബയസ് മൂലം അവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായെന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, ഡ്രെയിൻ കറണ്ട് ഒഴുകുന്നത് മൂലം അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഈ പി എൻ ജംഗ്ഷനെ റിവേഴ്സ് ബയസ് ചെയ്യുമെന്ന് പഠിച്ചായിരുന്നു. അതുമൂലം അവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവുമെന്നും പഠിച്ചായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ഗേറ്റിലേക്ക് അപ്ലൈ ചെയ്ത റിവേഴ്സ് ബയസ് മൂലം, റിവേഴ്സ് വോൾട്ടേജ് എന്ന് പറയാൻ കാരണം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലാണ് ഗേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് ടെർമിനൽ സോഴ്സിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗേറ്റിലേക്ക് നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുന്നു. ആ റിവേഴ്സ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്ലീഷൻ ലെയർ വീണ്ടും വലുതാകും. ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത്ത് വീണ്ടും കൂടും. ഇനി നമ്മൾ ഈ ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഉണ്ടല്ലോ, ഈ ബാറ്ററി വോൾട്ടേജ്, ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ നമ്മൾ VDS എന്ന് പറയും. VDS.
നമ്മൾ ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്ക് ഒരു വോൾട്ടേജ് ഈ ബാറ്ററി VDD മൂലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ VDS എന്ന് പറയും. ഓക്കെ, ഈ വോൾട്ടേജിന് നമ്മൾ കൂട്ടുന്നു, കുറച്ചുകൂടെ കൂട്ടുന്നു. ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജ് കൂട്ടുന്നു. അതേപോലെ നമ്മൾ ഇൻപുട്ടിൽ ഗേറ്റിൽ കൊടുത്ത റിവേഴ്സ് ബയസ് ആയ ഈ വോൾട്ടേജ് കൂട്ടുന്നു. അതായത് VGS കൂട്ടുന്നു, VDS കൂട്ടുന്നു. VGS എന്ന് പറഞ്ഞാൽ ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജ്. അത് റിവേഴ്സ് ബയസ് ആണ്. കാരണം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലില് ഗേറ്റിലേക്കും പോസിറ്റീവ് ടെർമിനലില് സോഴ്സിലേക്കുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ VGS എന്ന് പറയുന്നു, ഡ്രെയിനും സോഴ്സിനും ഇടയ്ക്കുള്ള വോൾട്ടേജിനെ VDS എന്ന് പറയുന്നു. ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്നത് ബാറ്ററി ഉപയോഗിച്ചാണ്. രണ്ട് ബാറ്ററി ഉപയോഗിച്ചാണ്. ഒന്ന് VGG എന്ന ബാറ്ററി, രണ്ട് VDD എന്ന ബാറ്ററി. ഇനി നമ്മള് ഗേറ്റിനും സോഴ്സിനും ഇടയ്ക്കുള്ള ഈ റിവേഴ്സ് ബയസ് ആയ വോൾട്ടേജ്, അതായത് VGS കൂട്ടുന്നു, VDS കൂട്ടുന്നു. അപ്പോൾ വീണ്ടും ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടും. Increase of this reverse bias will increase the width of this depletion layer. ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് ഇൻക്രീസ് ചെയ്യും. അവസാനം ഈ ഡിപ്ലീഷൻ ലെയർ എന്തോ ചെയ്യും? കൂട്ടിമുട്ടും. ഡിപ്ലീഷൻ ലെയർ എന്തോ ചെയ്യും? കൂട്ടിമുട്ടും. ഓക്കെ, ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടും. അങ്ങനെ ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോയോ സംഭവിക്കൂ. കറണ്ട് ഫ്ലോ അതിനെ തടയും. കറണ്ടിന്റെ ഫ്ലോ നടക്കില്ല. കാരണം ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടി. നമ്മളിവിടെ റിവേഴ്സ് ബയസ് കൂട്ടിയത് മൂലം ഡിപ്ലീഷൻ ലെയർ തമ്മിൽ കൂട്ടിമുട്ടി. അവിടെ ഇലക്ട്രോൺസിന് പാസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടി. ഡിപ്ലീഷൻ ലെയർ ഇലക്ട്രോൺസിനെ കടത്തിവിടത്തില്ല. കറണ്ട് ഫ്ലോ നടക്കത്തില്ല. അങ്ങനെ ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടിയത് മൂലം ഇറ്റ് വിൽ പിഞ്ചസ് ഓഫ് all the current flow. Depletion layer കൂട്ടിമുട്ടും. Okay, this will pinches off all the current flow. ഇപ്പോൾ ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടിയത് മൂലം ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ കഴിയത്തില്ല. അത് കറണ്ട് ഫ്ലോയെ തടയും. പിഞ്ചസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീനിങ് ഉണ്ട്. ഫ്രൈസൽ വെർബാണ് പിഞ്ചസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റിമൂവ് ചെയ്യാന്ന് പറയും. റിമൂവ് ചെയ്യുന്ന ഒരർത്ഥമുണ്ട്. പിന്നെ കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്യാന്ന് അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഒരു കാറിന്റെ മുമ്പേ വേറൊരു കാർ കൊണ്ടിട്ട് അതിന്റെ മാർഗം തടയുന്നതിനെ പിഞ്ചസ് ഓഫ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഫ്രേസൽ വെർബാണ് ഈ പിഞ്ചസ് ഓഫ് എന്ന് പറയുന്നത്. റിമൂവ് എന്നർത്ഥമുണ്ട്. കടത്തിവിടാതെ മാർഗം തടയുന്നതിനും പിഞ്ചസ് ഓഫ് എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഡിപ്ലീഷൻ ലെയർ തമ്മിൽ കൂട്ടിമുട്ടിയത് മൂലം that will pinches off all the current flow. കറണ്ട് ഫ്ലോയെ സ്റ്റോപ്പ് ചെയ്യും. എല്ലാ കറണ്ട് ഫ്ലോയെ എന്തോ ചെയ്യും? പിഞ്ചസ് ഓഫ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇനി the voltage at which pinch off happens is known as pinch off voltage.
പിഞ്ച് ഓഫ് വോൾട്ടേജ് VP. അങ്ങനെ ഈ രണ്ട് ഡിപ്ലീഷൻ ലെയറും തമ്മിൽ കൂട്ടിമുട്ടി കറന്റിന്റെ ഫ്ലോയെ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ പിഞ്ച് ഓഫ് നടക്കുന്ന ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ് VP. The voltage at which this pinch off happens is known as pinch off voltage VP. എങ്ങനെയാണ് ഇവിടെ പിഞ്ച് ഓഫ് സംഭവിച്ചത്? നമ്മൾ ഈ ഗേറ്റിലേക്ക് കൊടുക്കുന്ന റിവേഴ്സ് ബയസ് കൂട്ടുന്നു. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടുന്നു. അങ്ങനെ കൂടിക്കൂടി വന്ന് ഡിപ്ലീഷൻ ലെയറിന്റെ വിഡ്ത് കൂടിക്കൂടി വന്ന് രണ്ട് ഡിപ്ലീഷൻ ലെയറും തമ്മിൽ കൂട്ടുന്നു. അത് കറണ്ട് ഫ്ലോയെ പിഞ്ച് ഓഫ് ചെയ്യുന്നു. കാരണം ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല, കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഈ പിഞ്ച് ഓഫ് സംഭവിക്കുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. ഓക്കെ, ഇനി പ്രാക്ടിക്കലി കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവും? പ്രാക്ടിക്കലി കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവത്തില്ല. കാരണം കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അവിടെ ചാനലിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. ആ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായത് മൂലമാണ് ഡിപ്ലീഷൻ ലെയർ തന്നെ ഉണ്ടായത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആവത്തില്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായത് മൂലമാണ് ഡിപ്ലീഷൻ ലെയർ തന്നെ ഉണ്ടായത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെഡ്ജസ് ഷേപ്പിലുള്ള പൊട്ടറ്റോ വെഡ്ജസ് എന്നൊക്കെ കേട്ടില്ലേ? ഈ വെഡ്ജസ് ഷേപ്പിലുള്ള ഈ ഡിപ്ലീഷൻ ലെയർ റെക്ടാങ്കുലർ ഷേപ്പിലാകാൻ ശ്രമിക്കും. അങ്ങനെ ഈ വെഡ്ജസ് ഷേപ്പിലുള്ള പൊട്ടറ്റോ വെഡ്ജസ് എന്നൊക്കെ കേട്ടില്ലേ? അപ്പോൾ ഈ വെഡ്ജസ് ഷേപ്പിലുള്ള ഈ ഡിപ്ലീഷൻ ലെയർ റെക്ടാങ്കുലർ ഷേപ്പിലാവാൻ ശ്രമിക്കും. ഈ വെഡ്ജസ് ഷേപ്പിലുള്ള ഇത് റെക്ടാങ്കുലർ ഷേപ്പിലാവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഈ ചാനൽ ഓപ്പൺ ആവും. കാരണം വെഡ്ജസ് ഷേപ്പിൽ ഇരുന്നുകൊണ്ടാണ് അത് കൂട്ടിമുട്ടിയത്. അത് റെക്ടാങ്കുലർ ഷേപ്പിലാവുമ്പോൾ ചാനൽ ഓപ്പൺ ആവും. ചെറിയൊരു കറണ്ട് ഫ്ലോ ഈ നാരോ പാസേജിലൂടെ സംഭവിക്കും. ഈ കൺസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ ആ പാസേജിലൂടെ കറണ്ട് ഫ്ലോ സംഭവിക്കും. ആ വെഡ്ജസ് ഷേപ്പിലിരിക്കുന്ന ഡിപ്ലീഷൻ ലെയർ റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ ആ ചാനൽ ഓപ്പൺ ആവുന്നു. അപ്പോൾ അതുവഴി കറണ്ട് ഫ്ലോ സംഭവിക്കുന്നു. ഓക്കെ, ആ കൺസ്ട്രിക്റ്റഡ് പാസേജിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ പിഞ്ച് ഓഫ് സംഭവിക്കുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. അതിന്റെ സിമ്പൽ VP എന്നാണ്. പിഞ്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്ലീഷൻ ലെയർ കൂട്ടിമുട്ടുന്നത് മൂലം കറണ്ട് ഫ്ലോ തടസ്സപ്പെടുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ്. ആ പിഞ്ച് ഓഫ് സംഭവിക്കുന്ന വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് പിഞ്ച് ഓഫ് വോൾട്ടേജ്. പ്രാക്ടിക്കലായിട്ട് കറണ്ട് ഫ്ലോ 0 ആവാൻ പറ്റില്ല. കാരണം കറണ്ട് ഫ്ലോ 0 ആയി കഴിഞ്ഞാൽ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവത്തില്ല. വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഡിപ്ലീഷൻ ലെയർ ഉണ്ടായത്. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഡ്ജസ് ഷേപ്പിലിരിക്കുന്ന ഡിപ്ലീഷൻ ലെയർ റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ഒരു പാസേജ് ഓപ്പൺ ആവും, ചാനൽ ഓപ്പൺ ആവും. ആ ചാനൽ വഴി കറണ്ട് ഫ്ലോ ചെയ്യും. ആ കൺസ്ട്രക്റ്റഡ് ചാനൽ വഴി, അതായത് ഇടുങ്ങിയ ചാനൽ വഴി കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ.